സോഷ്യൽ മീഡിയയിലൂടെ വലിയ ജനപ്രീതി നേടിയ ദീപ്തി സീതത്തോട് പലർക്കും സ്വന്തം വീട്ടിലെ കുട്ടിയെപ്പോലെയാണ്. ജനലക്ഷങ്ങൾ വ്യൂസിനു വേണ്ടി ഉള്ള യൂട്യൂബറാണെങ്കിലും ദീപ്തി ഇന്നും സാധാരണക്കാരിയായാണ് ജീവിക്കുന്നത്. നിരവധി പേരെ സാമ്പത്തികമായി സഹായിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ തീരുമാനത്തെക്കുറിച്ച് പുതിയ വ്ലോഗിൽ ദീപ്തി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കൊട്ടാരമൊന്നുമല്ലെങ്കിൽ പോലും വീട് വെക്കാൻ തീരുമാനിച്ചു. യൂട്യൂബ് വരുമാനത്തിൽ നിന്നും മുട്ടയൊക്കെ വിറ്റ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വരുമാനത്തിൽ നിന്നുമാണ് വീട് വെക്കുന്നത്. ലോൺ എടുക്കാൻ പേടിയാണ്. വീട് പണിയാൻ വേണ്ടി ലോണെടുത്ത് സമാധാനമില്ലാതെ നടക്കാൻ വയ്യ. അതുകൊണ്ട് 2, 3, 4 വർഷം എടുത്തോട്ടെ, കുഴപ്പമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ നുള്ളിപ്പെറുക്കി എങ്ങനെയെങ്കിലും ചെയ്യും. സേവിങ്സ് ഒന്നുമില്ല, കുറേ നാൾ കഴിഞ്ഞ് കയ്യിൽ വരുന്നതേയുള്ളൂ. സ്വന്തമായി വീട് വേണമെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പോൾ സഹായിക്കുന്നവരിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. പുതുതായി ഒരു വള്ളിയും പിടിക്കുന്നില്ല. സഹായിക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായതുകൊണ്ട് രഹസ്യമായി അല്ലറച്ചില്ലറ സഹായങ്ങളുമുണ്ട്. വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭർത്താവിനും കരയും കടലും പോലെ വ്യത്യാസമുള്ള അഭിപ്രായങ്ങളാണ്. ഭർത്താവ് ഒറ്റമുറിയിലാണ് വളർന്നത്. വലിയ വീട് വെക്കണമെന്നാണ് ഭർത്താവിൻ്റെ ആഗ്രഹം. എനിക്ക് സമാധാനമുള്ള, അത്യാവശ്യം സൗകര്യമുള്ള കുഞ്ഞ് വീട് വേണം. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ നല്ല തർക്കമായിരുന്നെന്നും ദീപ്തി പറയുന്നു. ഭാവിയിൽ സമാധാനമില്ലാതാകും, ബാധ്യതയാകും എന്ന് ചൂണ്ടിക്കാട്ടി ചെറിയ വീട് മതിയെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ ചാച്ചനും അമ്മയും വീട്ടിലേക്ക് വരേണ്ടതാണ്. അവർക്കൊരു റൂമുണ്ടാകും, അച്ചാച്ചിക്കും അമ്മയ്ക്കും ഒരു റൂമുണ്ടാകും, പിന്നെ ഞങ്ങൾക്കും ഒരു റൂമുണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പിള്ളേരായാൽ അവർക്കൊരു പ്രായമാകുന്നത് വരെയും ചാച്ചൻ്റെയും അമ്മയുടെയും അച്ചാച്ചിയുടെയും അമ്മയ്ക്കും ഒപ്പമായിരിക്കണമെന്നാണ് എൻ്റെ കുഞ്ഞാവയുടെയും ആഗ്രഹം. അവർ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വളരണമെന്നാണ് ഞങ്ങൾക്ക്. യൂട്യൂബ് വരുമാനത്തിലും കോഴിയുടെ വരുമാനത്തിലും വീടിൻ്റെ പണി ഒരുപാടങ്ങ് നീണ്ടുപോയാൽ പുറത്തേക്ക് 1-2 അവസരങ്ങളും സാധ്യതകളും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നിർത്തി പുറം രാജ്യത്തേക്ക് പോയി പണിയെടുക്കും. അത് കുറേയായി ആലോചിക്കുന്നുണ്ട്. പിന്നെ പിരിയാനുള്ള വിഷമം കൊണ്ടാണ് നിൽക്കുന്നത്. തീരെ പറ്റാത്ത അവസ്ഥ വന്നാൽ വിദേശത്തേക്ക് പോകാതെ വേറെ വഴിയില്ലെന്നും ദീപ്തി പറയുന്നു.